പാരഫെർണിയയിൽ രംഗപ്രവേശം ചെയ്ത് ജ്വാലയായിരുന്നു. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വലിയ ഒരു മലയാളത്തിലെ വലിയൊരു മഹാനടൻ്റെ പ്രൊഡക്ഷനിൽ വരുന്നൊരു പ്രൊജക്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് അത്തരത്തിലുള്ള സ്വീകാര്യതയും ഒരു പ്രതീക്ഷയും ഒപ്പം തന്നെ അത്രയും തന്നെ ചലഞ്ചസും ഉണ്ടാവും. നാച്ചുറലി ഉണ്ടാവുമല്ലോ, പ്രതീക്ഷാഭാരം എല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അത് കൂടുതൽ അന്ന് ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷേ അതിൻ്റെ ഒരു വിജയം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറത്തായിരുന്നു. അതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റും അതിൻ്റെ റീച്ചും ഒക്കെ ഇന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു റെക്കോർഡാണ്. തീർച്ചയായും. എങ്ങനെയായിരുന്നു അതിൻ്റെ തുടക്കകാലം എന്ന് പറയുന്നത്? മമ്മൂട്ടി എന്നൊരു വലിയ ഞാനന്ന് ദൂരദർശനിൽ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിരവധി സീരിയലുകൾ 5-6 മറ്റോ അന്ന് ചെയ്ത് കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് ഒരു ദിവസം ഒരാൾ, അദ്ദേഹം പ്രൊഫസർ അലിയാർ എന്ന് പറയും, കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിന്? ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഒരു ദിവസം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെന്ന് പറഞ്ഞു എന്നെ പോലെ, മമ്മൂട്ടി നിങ്ങളെ കാണണമെന്ന് പറയുന്നു, വരണം. അപ്പം എന്താ വിഷയം എന്ന് ചോദിച്ചാൽ പറയാം, അല്ല എന്തോ പരസ്യം ചെയ്യാനോ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പരസ്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് മതിയോ ചോദിച്ചു. പറഞ്ഞു മതി, നിങ്ങളുടെ ഷൂട്ട് തീരുന്ന ലാസ്റ്റ് ഡേയിൽ നമുക്ക് എവിടെയുണ്ട്, അന്നേരം ഉച്ച സമയത്ത് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്, ഊണിൻ്റെ സമയത്തെന്ന് പറഞ്ഞു. ഞാൻ പോയി കണ്ടു, സംസാരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യമേ തന്നെ പുള്ളിയോട് പറഞ്ഞു, നമ്മളൊരു സീരിയൽ ചെയ്യുന്നു, അപ്പോൾ അത് നിങ്ങളാണ് ചെയ്യുന്നത്. അപ്പം ഞാനൊരിക്കലും കഥയൊക്കെ ഞാൻ എഴുതുമെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷേ ഡയറക്റ്റ് ചെയ്യാനായിരിക്കും എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് കഥ എഴുതുന്നത്? ഏതെങ്കിലും സിനിമയിലെ എഴുത്തുകാരായിരിക്കും എന്ന് വിചാരിച്ചു. അവിടെ കഥ എഴുതുന്നത് വേറെ ആരുമല്ല എഴുതുന്നത്, നിങ്ങൾ തന്നെ എഴുതുന്നു. അപ്പോൾ കഥ നിങ്ങൾ തന്നെ ഉണ്ടാക്കണം. ഞാനൊരു 4 ദിവസം കഴിഞ്ഞ് വരും, അപ്പോഴത്തേക്കും സ്റ്റോറി ഉണ്ടാക്കി വെച്ചേക്കണം. 4 ദിവസത്തിനുള്ളിൽ സ്റ്റോറി ഉണ്ടാക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഒരു മെഗാ സീരിയൽ വേണം. ഇപ്പം മെഗാ സീരിയലിൻ്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. പുള്ളി എല്ലാ കാര്യങ്ങളും വളരെ മുൻകൂട്ടി കാണുന്ന ഒരാളാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രോജക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം 4 ദിവസം കഴിഞ്ഞ് വന്ന് അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാൻ കഥ റെഡിയാക്കി വെച്ചിരുന്നു. 4 കഥ റെഡിയാക്കിയിരുന്നു. ഈ 4 കഥയും പറയാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ പോയത്. ടെക്നോ പാർക്ക് വെച്ച് ഞങ്ങൾ സിനിമ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് വെച്ച് കണ്ടു. കഥ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 4 കഥ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നോട് പറഞ്ഞു 4 കഥയുടെ ഒരു ബാക്ക് ഡ്രോപ്പ് എന്താ? ഞാൻ പറഞ്ഞു ഒരെണ്ണം ഒരു സിനിമയുടെ ബാക്ക് ഡ്രോപ്പാണ്. അങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുത്ത് ഒരെണ്ണം പറഞ്ഞു കുട്ടനാടിൻ്റെ ബാക്ക് ഡ്രോപ്പിലൊരു കഥയുണ്ട്, അപ്പോൾ അത് കേൾക്കാതെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹവും ഈ വൈക്കത്തിന് അടുത്തല്ലേ, അപ്പോൾ കുട്ടനാടുമായിട്ടുള്ളൊരു കണക്ഷൻസ് ഉണ്ടായി. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ താല്പര്യം പറഞ്ഞ ആ ഒരു ബാക്ക് ഡ്രോപ്പ് പറഞ്ഞപ്പോൾ ആ കഥ പറഞ്ഞൊരു ആയില്ല, കുറച്ച് സമയം ആയി കഴിയുമ്പോഴുള്ളൂ പറഞ്ഞു നമ്മൾ ഈ സബ്ജക്റ്റാണ് ചെയ്യുന്നത്, വേറെ കഥയൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ സബ്ജക്റ്റ് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഇതൊരു 65 വയസ്സായ ഒരു മനുഷ്യൻ 60 വയസ്സായിട്ടുള്ളൊരു സ്ത്രീയെ പ്രേമിക്കുന്ന കഥയാണ്. ഒരിക്കലും ഒരു വിഷ്വൽ മീഡിയയിലേക്ക് ഇത് പറ്റുമോ എന്ന് സ്വാഭാവികമായി സംശയിക്കാം. പക്ഷേ ഏതെങ്കിലും നോവലുകളിൽ നിന്നോ ഏതെങ്കിലും സിനിമകളിൽ നിന്നോ ഒന്നും എടുത്ത ഒരു കഥയല്ല. 101% ഓത്തൻറ്റിക് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അതായത് 65 വയസ്സായ ഒരു ആള് 60 വയസ്സായ ഈ സ്ത്രീയെ പ്രണയിക്കുന്ന അവരുടെ ബാല്യം മുതലാണ്. പക്ഷെ അവർ വിവാഹിതരല്ല. അവർ വിവാഹിതരും മറ്റ് ഇയാള് വിവാഹിതനും കുട്ടികളും അവരുടെ മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ ആയതാണ്. ഈ സ്ത്രീ മാത്രം വിവാഹം ചെയ്യാതെ കഴിയുന്നു. വളരെ പ്ലേറ്റോണിക് ആയിട്ടുള്ളൊരു ലവ് നമ്മൾ പറയില്ലേ, അത്ര ഒരു പ്ലേറ്റോണിക് ലവിൻ്റെ സ്റ്റോറി ആയിരുന്നു. അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ഈ നോവലിൽ വരും. പക്ഷേ ഇവരുടെ ഒരു ജീവിതയാത്രയാണ് പ്രധാനം. അപ്പോൾ പുള്ളി പറഞ്ഞു ദിസ് ഈസ് യുണീക്ക്, നമുക്കിത് ചെയ്യാം. അപ്പോൾ കുട്ടനാട്ടിൽ വെച്ച് ചെയ്യാനുള്ള ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം അന്നത്തെ ടെക്നോളജി വൈസിലും മറ്റു കാര്യങ്ങളും, പിന്നെ കുട്ടനാട് എന്ന് പറയുന്ന ഒരു ഭയങ്കരമായ ചലഞ്ചാണ്. അപ്പം നമ്മളത് കുടിയേറ്റ കർഷകരുടെ കഥയാക്കി പെട്ടെന്ന് തന്നെ മാറ്റി. എളുപ്പമാണല്ലോ, മാറ്റിയിട്ട് നമ്മൾ ഹിൽ സ്റ്റേഷനിലേക്ക് മാറ്റി. അങ്ങനെയാണ് ആ കഥ. 2 സമുദായങ്ങളിലെ 2 ആൾക്കാരാണ്. ഒന്ന് ക്രിസ്ത്യൻ സമുദായത്തിലെ കൊച്ചു ത്രേസ്യ എന്ന് പറയുന്ന സ്ത്രീയും ഹിന്ദു സമുദായത്തിലെ കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരാളുടെയും പ്രണയമാണ് ഇതിൻ്റെ രീതിവൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്? കാരണം ഒരു മഹാനായ നടൻ മമ്മൂക്ക വന്ന് ഇങ്ങോട്ടേക്ക് പറയുകയാണ്, താൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പോൾ അപ്പോഴുണ്ടായിരുന്ന മനസ്സിൽ കൂടെ കടന്നുപോയ ആ മൊമെന്റ്? അപ്പോൾ എനിക്ക് അങ്ങനെ യാതൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായില്ല ഉണ്ടായില്ല. കാരണം ഞാൻ സീരിയലുകൾ 4 ചെയ്ത് കഴിഞ്ഞു. അത് തന്നെ എല്ലാ സീരിയലുകളും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത സീരിയലുകളായിരുന്നു, ഒന്നിനൊന്ന്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു സീരിയൽ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുമ്പിലുള്ള ചലഞ്ച്, എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണിത്. ആദ്യന്തം ഈ കഥ ഞാൻ എഴുതി വെച്ചിരുന്നതാണ്. ആദ്യന്തം അവസാനത്തെ സീൻ വരെ ഈ കഥ ഞാൻ എഴുതിയതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കോൺഫിഡൻസ് ഉണ്ടാവും.
അപ്പോൾ അതിനൊക്കെ ഫുൾ ഫ്രീഡമാണ് അദ്ദേഹം തന്നത്. യാതൊരു തരത്തിലുള്ള ഇൻ്റർഫിയറൻസും ഇല്ലായിരുന്നു. കംപ്ലീറ്റ് ഫ്രീഡം തന്നു, കംപ്ലീറ്റ്. എന്നിട്ട് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഉടനെ എഴുത്താരംഭിക്കാൻ ഇമ്മീഡിയറ്റ്ലി എന്നെ എഴുതാനായിട്ട് നിർബന്ധിച്ചു. ഉടനെ ഞാൻ എഴുതുന്നു. അദ്ദേഹം പിന്നെ വരുമ്പോഴത്തേക്ക് ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കുന്നു. ഒരു കുത്തു കോമ പോലും വിടാതെ അദ്ദേഹം അത് എഗ്രി ചെയ്യുന്നു, നല്ലതാണെന്ന് പറഞ്ഞു. ടൈറ്റിലും പുള്ളി ജ്വാല എന്നായിരുന്നു ഞാൻ ടൈറ്റിൽ ഇടാം, അദ്ദേഹം ജ്വാലയായി എന്ന് അദ്ദേഹം ആക്കിയത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ വർക്ക് ആരംഭിക്കുകയാണ് ചെയ്തത്, വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ പുള്ളി എനിക്ക് അഡ്വാൻസ് തന്നു. അഡ്വാൻസ് തന്ന് 1000 രൂപ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിയുടെ പേഴ്സിൽ. 1 രൂപ ആരുടെ അടുത്ത് നിന്ന് ഒരാളുടെ കടം വായിച്ച് 1000 രൂപ എൻ്റെ തന്നു. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് അഡ്വാൻസ് കൊടുക്കുന്നത്. ഞാൻ അഡ്വാൻസ് വാങ്ങിച്ച് മാത്രമേ ആ ക്രെഡിറ്റ് സാറിനുള്ളതാണ്. ഇതിനു മുമ്പ് ഒരാൾക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് പുള്ളി, അത് MT വാസൻ നടക്കണം. അത് അദ്ദേഹത്തിൻ്റെ കാലം എന്ന് പറയുന്ന നോവല് സിനിമയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തതാണ്. പക്ഷെ അതിനുശേഷം ഒന്നും സംഭവിച്ചില്ല. അത് MT അതിനെക്കുറിച്ച് സംസാരിച്ചു പോലും ഇല്ലെന്നാണ് നമുക്ക് പറഞ്ഞത്. ഇപ്പം ചോദിക്കാനുള്ള ഇതുമില്ല, ഇപ്പം ചോദിച്ചുമില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് തരാണ്. പക്ഷേ എനിക്ക് ഒരു സെൻറ്റൻസ് പറയാനുണ്ട്. എന്താണെന്ന് ചോദിച്ചു. അത് ഞാൻ ഇത്രയും വർഷമായിട്ട് ഉണ്ടാക്കിയൊരു ഇമേജ് ഉണ്ട്, മമ്മൂട്ടി എന്ന് പറയുന്നൊരു ഇമേജ്. അത് ഞാൻ കയ്യിലേക്ക് ഏൽപ്പിക്കുക. അത് തകർത്ത് കളയരുത്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി ഫുൾ ഫ്രീഡം. അത് ഭീകരമായ ഒരു ആഘാതമായിരുന്നു എനിക്ക്. ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഇമേജിനെ ഞാൻ താങ്ങണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സീരിയൽ ഉണ്ടാക്കുക എന്നുള്ളതല്ല, ഇദ്ദേഹം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാൾ സിനിമയിലെ ഏറ്റവും ടോപ്പ് റാങ്കിങ് ആയിട്ടുള്ള നടൻ തിളങ്ങി നിൽക്കുന്നു. അദ്ദേഹം ഒരു സീരിയൽ എന്നെ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നു. അദ്ദേഹം സീരിയൽ ചെയ്യുന്നു എന്ന് തന്നെ വലിയ ന്യൂസായിരുന്നു, പത്രത്തിലൊക്കെ വലിയ ന്യൂസായിരുന്നു. എന്നിട്ട് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഇമേജ് കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു, സൂക്ഷിക്കണം. അതെന്നെ ഉറക്കം കെടുത്തി എന്ന് തന്നെ പറയാം. ഞാൻ പിന്നീട് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇമേജ് ഇതിനെന്തെങ്കിലും പരിക്ക് പറ്റിയാൽ. രണ്ടാമത്തെ ത്രെറ്റ് എന്ന് പറയുന്നത്, അത് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ടാഗോർ തിയേറ്റർ വെച്ചായിരുന്നു. മലയാളത്തിലെ എല്ലാ സിനിമാക്കാരും ഉണ്ടായിരുന്നു. മരിച്ചുപോയ പ്രഗത്ഭരായ സിനിമാക്കാർ പലരും ഉണ്ടായിരുന്നു. പി ഭാസ്കർ മാഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പ്രസംഗിച്ചതിന് ശേഷം ശ്രീനിവാസൻ പ്രസംഗിക്കാനായിട്ട് വന്നു. ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു, മമ്മൂട്ടി വലിയൊരു കാൽവയ്പ്പാണ് നടത്തിയിരിക്കുന്നത്. സീരിയലാണ്, പല സീരിയലുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇത് മോശമായ ഞാനായിരിക്കും ആദ്യം കൂവുന്നത് തീർച്ചയായും എന്ന് പുള്ളി ഒരു ഡയലോഗ് അടിച്ചു. അത് രണ്ടാമത്തെ അടിയായിരുന്നു എനിക്ക്. അപ്പോൾ ഇത് 2 അടികളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞാൻ ഈ രംഗത്ത് ഇറങ്ങിയത്.